ഇന്നത്തെ കേസ് കേൾക്കുമ്പോൾ തന്നെ വളരെ വിയേർഡ് ആയിട്ടുള്ള ഒരു കേസാണ്. ആദ്യമൊക്കെ കുറച്ച് കൺഫ്യൂസിംഗ് ആയി തോന്നുമെങ്കിൽ അവസാനം ഇത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അതിനെല്ലാം മുന്നേ നിങ്ങൾക്ക് ഇതുപോലത്തെ വിയേർഡ് ക്രീപ്പിയും ആയിട്ടുള്ള സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ചാനൽ ഫോർ യു. നമ്മൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസുകൾ ഒരു കഥയുടെ ഫോർമാറ്റിൽ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതായിരിക്കും. നൗ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വീഡിയോ. 2018 ഏപ്രിൽ 15 ഇംഗ്ലണ്ടിലെ ഹെൽംസ്ലി എന്ന് പറയുന്ന ചെറിയൊരു ടൗണിൽ താമസിക്കുന്ന 56 വയസ്സുള്ള യോഷിക്ക യാസുക്കെ അവരുടെ യൂഷ്വൽ പോലെ അവരുടെ വീട് വൃത്തിയാക്കുകയായിരുന്നു. വീട്ടിലെ എല്ലാ സാധനങ്ങളും പൊടിയും എല്ലാം തുടച്ച ശേഷം അവർ അവിടെ വെച്ചിരുന്ന വലിയൊരു പിയാനോ വൃത്തിയാക്കുകയായിരുന്നു. ഇവർ വൃത്തിയാക്കുമ്പോഴും ഇവർ വളരെ നെർവസ് ആയിട്ടാണ് വൃത്തിയാക്കിക്കൊണ്ടിരുന്നത്. അവരറിയാണ്ട് പോലും ഒരു കീ പോലും പ്രസ് ചെയ്യാണ്ടിരിക്കാൻ അവർ ശ്രദ്ധിച്ചു. ഇവളെ വൃത്തിയാക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇവളുടെ പഴയ ജീവിതം ഓർമ്മിക്കാൻ തുടങ്ങി. ഇവളൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പിയാനിസ്റ്റ് ആയിരുന്നു. ഇംഗ്ലണ്ടിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള റോയൽ കോളേജ് ഓഫ് മ്യൂസിക്കിലാണ് ഇവൾ പഠിച്ചത്. ഈവൻ അവിടുത്തെ റോയൽ ഫാമിലീസ് വരെ പങ്കെടുക്കുന്ന ഇവന്റ്സിന് ഇവൾ പിയാനോ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതിനെല്ലാം കാരണം അവളുടെ ഇളയ സഹോദരി റീനയാണ്. റീന ഒരു ഗോൾഡൻ ചൈൽഡ് പോലെയായിരുന്നു. അവൾ അവളുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം വീട്ടിൽ എന്ത് നടക്കുന്നോ അതെല്ലാം റീനയെ ബേസ് ചെയ്താണ് നടക്കുന്നതെന്ന് ഇവക്ക് തോന്നാൻ തുടങ്ങി. റീന തിരിച്ച് വരാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് വരെ ഇവക്ക് തോന്നി. ആ ഫാമിലിയിൽ ഇവളുടെ 80 വയസ്സുള്ള അമ്മയും 49 വയസ്സുള്ള റീനയും 51 വയസ്സുള്ള സഹോദരൻ ടക്കാഹിരോയും പിന്നെ യോഷിക്കയുമാണ് ഉണ്ടായിരുന്നത്. അവരുടെ അച്ഛൻ വളരെ ചെറുപ്പത്തിലെ തന്നെ മരിച്ചുപോയായിരുന്നു. ശരിക്കും ഒരു ഗിഫ്റ്റഡ് ഫാമിലി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതായിരുന്നു ഇവർ. യോഷിക്ക ഒരു വളരെ മികച്ച പിയാനിസ്റ്റ് ആണെങ്കിൽ ടക്കാഹിരോ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റർ ആയിരുന്നു. പക്ഷെ ഇവരെ എല്ലാം മറികടന്നുകൊണ്ടായിരുന്നു റീനയുടെ അച്ചീവ്മെന്റ്. ഗ്രീക്ക്, ലാറ്റിൻ, ഇംഗ്ലീഷ്, ജാപ്പനീസ് അങ്ങനെ പല ഭാഷകളും റീനയ്ക്ക് വശമുണ്ടായിരുന്നു. അത് മാത്രമല്ല അവൾ തന്നെ ഉണ്ടാക്കിയ ജപ്പനീസ് ഡയലക്ട്സ് വരെ ഉണ്ടായിരുന്നു. അതിനെല്ലാം അവൾ സെപ്പറേറ്റ് ഗ്രാമറും സെന്റൻസും എല്ലാം ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഷി വാസ് എക്സ്ട്രീംലി ഗുഡ് പെയിന്റർ. അവളുടെ പെയിന്റിങ്സ് ഭയങ്കര ഡിമാൻഡിലായിരുന്നു. പക്ഷെ ഇവളുടെ പെയിന്റിങ്സ് ഒന്നും വിൽക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളുടെ പെയിന്റിങ്സിന് കൂടുതൽ ഡിമാൻഡും ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിലെ തന്നെ ഒരുപാട് സ്കോളർഷിപ്സും അച്ചീവ്മെന്റ്സും കിട്ടിയ റീന അവസാനം ഡിഗ്രിക്ക് വേണ്ടി കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് പോയത്. എല്ലാവരും അവൾ ഭാവിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കലാകാരി ആവുമെന്നാണ് കരുതിയത്. പക്ഷെ അവൾക്കൊരു വിയേർഡ് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരും. ഇവക്ക് ദേഷ്യം വരുന്ന സമയം മാനിയ പോലെയാണ്. പൊതുവെ വളരെ കൈൻഡും സോഫ്റ്റ് സ്പോക്കണും ആയിട്ടുള്ള റീന ഈ മാനിക് എപ്പിസോഡ് വരുമ്പോൾ വളരെ ഇറാഷണലും വയലന്റും ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവൾ വീണ്ടും പഴയ പോലെ ആവും. എല്ലാവരും അവൾ വളരെ എക്സ്ട്രാ ഇന്റലിജന്റ് ആവുകൊണ്ട് അതിന് ഇവൾ വളരെ കുറച്ച് മാത്രമേ ആൾക്കാരോട് സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ. ഡിഗ്രിക്ക് ശേഷം ഇവൾ വീട്ടിൽ വന്നപ്പോൾ അവളിൽ എന്തൊക്കെയോ മാറ്റം സംഭവിച്ചു. ഒരു ദിവസം എന്തോ കാര്യത്തിന് ദേഷ്യം വന്നാൽ എല്ലാവരും ഇവൾക്ക് എന്താണ് പറ്റിയെന്ന് അവളോട് ചോദിച്ചുവെങ്കിലും അവൾ ഒന്നിനും മറുപടി പറഞ്ഞില്ല. ഇവളുടെ റൂമിൽ കയറി കഥ അടച്ചു. വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നവൾ പൂർണ്ണമായി ഉപേക്ഷിച്ചു. ഇവൾ അവളുടെ സ്വന്തം മുറിക്കുള്ളിൽ മാത്രമാണ് ജീവിച്ചത്. ഈവൻ അവളുടെ നെയ്ബേഴ്സ് പോലും റീന എന്ന് പറയുന്ന ആൾ ഇതിനകത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. അന്ന് വീടൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം യോഷിക്ക പതിവ് പോലെ റീനയുടെ റൂമിന്റെ ഫ്രണ്ടിലെത്തി. അവൾ വളരെ പതുക്കെ ആ വാതിൽ മുട്ടി. കാരണം റീനയ്ക്ക് ശബ്ദങ്ങളൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് യോഷിക്കയുടെ പിയാനോ വായനയിൽ നിന്നത്. വാതിൽ മുട്ടി കുറച്ചു നേരം ഒരു ശബ്ദവും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് വളരെ ഫെയിന്റ് ആയിട്ട് അകത്തേക്ക് കയറുക എന്ന് റീന യോഷിക്കയോട് പറഞ്ഞു. യോഷിക്ക പതുക്കെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. റൂം മൊത്തം ഇരുട്ടാണ്. ജനലുകളെല്ലാം അടച്ചിട്ടിരിക്കുന്നു. റീന അവളുടെ കട്ടില് വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. യോഷിക്ക റീനയുടെ മുഖത്ത് പോലും നോക്കാതെ പതിയെ ചെന്ന് അവളുടെ ടേബിളിൽ ഇരുന്ന യൂസ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഇവൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തിരിഞ്ഞ് റീന എന്താണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കും. പക്ഷെ അവൾക്കൊന്നും വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞില്ല. റീന വീട്ടുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞത് അവൾ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാസ്റ്റർ പീസ് തയ്യാറാക്കുകയായിരുന്നു എന്ന്. പക്ഷെ എന്താണ് ആ മാസ്റ്റർ പീസ് എന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ സമയമാകുമ്പോൾ അറിയും എന്ന് മാത്രമായിരുന്നു അവളുടെ മറുപടി. അതിനുശേഷമുള്ള ആഴ്ചയിൽ യോഷിക്ക ഒരു വിയേർഡ് ആയിട്ടുള്ള കാര്യം ശ്രദ്ധിച്ചു. ടക്കാഹിരോ റീനയോട് അവളുടെ വാതിലിന്റെ ഫ്രണ്ടിൽ നിന്ന് മണിക്കൂറുകളോളം സംസാരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ റീനയ്ക്ക് മുന്നേ ഇവളുടെ അമ്മയാണ് ഫുഡ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അത് ടക്കാഹിരോ ഏറ്റെടുത്തു. അതേസമയം യോഷിക്ക ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദെൻ ഇവൾ കുറച്ച് വിയേർഡ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിയുന്നതോറും റീന വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പാത്രത്തിൽ പകുതി കൂടുതൽ ഭക്ഷണം ബാക്കിയാവാൻ തുടങ്ങി. റീനയ്ക്ക് പൊക്കവും വണ്ണവും ഒക്കെ വളരെ കുറവാണ്. അപ്പൊ ഇവൾ ഫുഡും കൂടെ കഴിക്കാതിരുന്ന ഇവളുടെ ഹെൽത്ത് വളരെ മോശമാകും എന്ന് തോന്നിയ യോഷിക്ക ഒരു ദിവസം റീനയുടെ മുറിക്കകത്ത് ചെന്ന് പാത്രത്തിൽ ഭക്ഷണം അതുപോലെ ഇരിക്കുന്നത് കണ്ട് നീ കുറച്ചുകൂടെ ഭക്ഷണം കഴിക്കണം എന്ന് അവളോട് ആവശ്യപ്പെട്ടു. ഇത് മാത്രം പറഞ്ഞ് അവൾ പുറത്തിറങ്ങി. പക്ഷെ വൈകുന്നേരം ടക്കാഹിരോ വന്ന് ഇനി നീ റീനയുടെ മുറിയിലേക്ക് പോകരുതെന്ന് പറഞ്ഞു. പാത്രങ്ങളെല്ലാം റീനയുടെ മുറിയുടെ ഫ്രണ്ടിൽ വെക്കും, അത് എടുത്തോണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം യോഷിക്ക റീനയെ നേരിട്ട് പോലും കണ്ടിട്ടില്ല. ഈവൻ വീട്ടുകാരെ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവൾ ബാത്റൂമിൽ
പോലും രാത്രിയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ ഫാമിലിക്കിടയിലുള്ള ഡൈനാമിക്സ് വളരെ മോശമായി. അങ്ങനെ ഓഗസ്റ്റ് ആയപ്പോൾ കാര്യങ്ങൾ വീണ്ടും വീടാവാൻ തുടങ്ങി. റീന കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യത്തിൽ കൂടുതൽ സർജിക്കൽ സ്പിരിറ്റ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ ഇവൾ ഈ സാധനം വെച്ച് എന്താ ചെയ്യുന്നതെന്ന് വീട്ടുകാർക്കോ ആർക്കും ഒന്നും അറിയില്ല. ഇവർ വിചാരിച്ചു വെച്ചിരുന്നത് ഇതെല്ലാം റീനയുടെ മാസ്റ്റർ പീസിന്റെ ഭാഗങ്ങളാണെന്നാണ്. എപ്പോഴും ഇവർ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് റീനയുടെ മുറിയുടെ ഫ്രണ്ടിൽ വെക്കും. അത് ഇവൾ വാതിൽ പതുക്കെ തുറന്നെടുത്തിട്ട് പോകും. അങ്ങനെ 2018 ഓഗസ്റ്റ് 18 അന്ന് യോഷിക്ക വീണ്ടും അടുക്കളയിൽ നിന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടക്കഹീരയും റീനയും സംസാരിക്കുന്നത് കേട്ടു. പക്ഷെ ഇത്തവണ അവരുടെ സംസാരം വഴക്കിലേക്കാണ് എത്തിയത്. പെട്ടെന്ന് ടക്കഹീര എഴുന്നേറ്റ് ഉറച്ചു പറയാൻ തുടങ്ങി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിന്റെ ആത്മാവ് മാത്രം പോരാ എന്ന്. അകത്തുനിന്ന് റീന എന്തോ മറുപടി പറഞ്ഞു. അത് കേട്ട് ടക്കഹീര പ്ലീസ് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ അവളോട് പറയാൻ തുടങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നതിന് മുന്നേ ടക്കഹീര വാതിൽ തുറന്ന് റീനയുടെ മുറിക്കുള്ളിൽ കയറി കഥകൾ. പിന്നെ ഒരു 10-15 മിനിറ്റ് ഫുൾ സൈലൻസ് ആയിരുന്നു. ഒരു ശബ്ദം പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് കുറച്ചു കഴിഞ്ഞ് ഇയാൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. അയാളുടെ മുഖത്ത് പേടിയോ വിഷമമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇൻഫാക്ട് അയാൾ ഭയങ്കര കാമായിരുന്നു. ഇയാൾ യോഷിക്കയുടെ അടുത്ത് വന്നു. യോഷിക പാനിക്കായി എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഇയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, റീനയുടെ മാസ്റ്റർ പീസ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇനി അവരുടെ മാസ്റ്റർ പീസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ട് കൂടി വേണ്ടിവരും എന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ വീണ്ടും ഫാർമസിയിലേക്ക് പോയി. അവിടെ നിന്ന് സാധാരണ വാങ്ങുന്നതെന്ന് 3 ഇരട്ടി സർജിക്കൽ സ്പിരിറ്റ് ഇവർ വാങ്ങി. വീട്ടിൽ വന്നപ്പോൾ ടക്കഹീര മാത്രം റീനയുടെ മുറിയിലേക്ക് കയറി. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നു. റീനയ്ക്ക് നിന്നോട് സംസാരിക്കണം, എന്നെ പോലെ വാതിലിന് പുറത്തിരുന്ന് അവളുടെ മാസ്റ്റർ പീസ് കംപ്ലീറ്റ് ചെയ്യാൻ നീ ഹെൽപ്പ് ചെയ്യണം. ആക്ച്വലി യോഷിക്ക ഇത് കേട്ടപ്പോൾ ഒരുപാട് ഹാപ്പിയായി. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് റീന ഇന്ന് ക്ഷമിച്ചു എന്ന് അവൾ വിശ്വസിച്ചു. എന്നിട്ട് ആ വാതിലിന്റെ ഫ്രണ്ട് ചെന്ന് യോഷിക്ക റീനയോട് അവളുടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. ആൻഡ് ദ ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഈസ്, പണ്ട് ഇവള് സംസാരിക്കുന്ന സമയത്ത് നീ മിണ്ടാതെ ഇവിടുന്ന് പോകുന്ന ദേശത്തെ റീന പറയുമായിരുന്നു. പക്ഷെ ഇന്ന് റീന ഒന്നും പറഞ്ഞില്ല. യോഷിക്ക പറയുന്ന എല്ലാം അവൾ കേട്ടു. അത് യോഷിക്കയ്ക്ക് ഒരു ആശ്വാസമായി മാറി. അടുത്ത ദിവസം തൊട്ട് ഒരു പുതിയ പതിവ് തുടങ്ങി. യോഷിക്കയും ടക്കഹീരയും എല്ലാ ദിവസവും ഫാർമസിയിൽ നിന്ന് സർജിക്കൽ സ്പിരിറ്റ് വാങ്ങിക്കൊണ്ടുവരും. അതിനുശേഷം രണ്ടുപേരും കൂടെ ആദ്യമായിട്ട് റീനയുടെ മുറിക്കുള്ളിലേക്ക് കയറി. റീന കട്ടിൽ കിടക്കായിരുന്നു. ഞാൻ മുറി നല്ല ഇരുട്ടായിരുന്നു. ടക്കഹീര യോഷിക്കയോട് പറഞ്ഞു, ഇതാണ് മാസ്റ്റർ പീസിന്റെ ഫൈനൽ സ്റ്റേജ്. അവൻ ഈ സർജിക്കൽ സ്പിരിറ്റ് കൊണ്ട് റീനയുടെ ശരീരം മൊത്തവും തുടയ്ക്കാൻ തുടങ്ങി. ഇവൻ എന്താണ് ചെയ്യുന്നതെന്ന് യോഷിക്കയ്ക്ക് മനസ്സിലായില്ല. പക്ഷെ ഇതെല്ലാം റീനയുടെ മാസ്റ്റർ പീസിന്റെ ഭാഗമാണെന്ന് വിശ്വസിച്ച് അവൾ ഒന്നും പറഞ്ഞില്ല. ഇതിനുശേഷം അവൾ റൂമിൽ നിന്ന് പുറത്തു വന്ന് റീനയോട് സംസാരിക്കാൻ തുടങ്ങി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തന്റെ സഹോദരിയെ വീണ്ടും കണക്ട് ചെയ്യാൻ പറ്റിയതിൽ അവൾ ഒരുപാട് സന്തോഷം. അങ്ങനെ 2018 സെപ്റ്റംബർ 25 ഇവർ പതിവ് പോലെ സർജിക്കൽ സ്പിരിറ്റ് വാങ്ങാൻ പോയി. പക്ഷെ അന്നൊരു ചെറിയ ഇൻസിഡന്റ് ഉണ്ടായി. ആസ് എ സെഡ്, ഇവർ ആരോടും സംസാരിക്കില്ലായിരുന്നു. പക്ഷെ അന്ന് അവരുടെ ഫാർമസിസ്റ്റ് നിങ്ങൾ എന്തിനാണ് ഇത്രയും സർജിക്കൽ സ്പിരിറ്റ് വാങ്ങുന്നതെന്ന് ഇവരോട് ചോദിച്ചു. അഷിക വാസ് സോ ഹാപ്പി. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെല്ലാം എന്റെ സഹോദരിക്ക് വേണ്ടിയിട്ടാണ്. അവൾ ഒരു മാസ്റ്റർ പീസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നെങ്കിലും നിങ്ങളും അതിനെപ്പറ്റി അറിയും. വളരെ ചെറിയൊരു സംഭാഷണം, പക്ഷെ അത് യഷികയ്ക്ക് വലിയൊരു കാര്യമായിരുന്നു. വീട്ടിലെത്തിയ അവർ റീനയുടെ ശരീരത്തെ വീണ്ടും സർജിക്കൽ സ്പിരിറ്റ് കൊണ്ട് തുടച്ചു. അതിനുശേഷം യഷിക റീനയോട് ഇന്ന് നടന്ന ഇന്ററാക്ഷനെ പറ്റിയും അവൾ എത്ര ഹാപ്പിയാണ് എന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഇത്രയും നാളെ റീന കാരണം ഒരു പിയാനോ വായിക്കാൻ കൂടി ഇവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നുകൊണ്ട് എല്ലാം മാറി എന്ന് അവൾ കരുതി. തന്റെ സഹോദരിക്ക് വേണ്ടി വാൾസ് ഓഫ് ദ ഫ്ലവർ എന്ന സംഗീതം ഇവൾ പിയാനോയിൽ വായിക്കാൻ തുടങ്ങി. ഇൻഫാക്ട് ഈ മ്യൂസിക് എന്ന് പറയുന്നത് തന്റെ സഹോദരങ്ങളോടുള്ള ട്രിബ്യൂട്ട് പോലെയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പിയാനോ വീട്ടിൽ മൊത്തം മുഴങ്ങി. യോഷിക റീനയിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ലഭിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ശബ്ദം ഉണ്ടായിരുന്നില്ല. ആ മ്യൂസിക് തീരും വരെയും റീന ദേഷ്യപ്പെട്ടതേ ഇല്ല. യോഷികയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണുനീരൊക്കെ വരാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് വാതിലെന്ന് മുട്ടുന്ന ശബ്ദം കേട്ടുകൾ. റീന ആയിരിക്കുമോ മുട്ടുന്നത് എന്ന് വിചാരിച്ച അവൾ നോക്കിയപ്പോൾ ശബ്ദം വന്നത് ഫ്രണ്ട് വാതിൽ നിന്നാണ്. പുറത്തുനിന്ന് പോലീസാണ്. പെട്ടെന്ന് വാതിൽ തുറക്കൂ എന്നാണ് കേട്ടത്. ഇവരുടെ അമ്മ വാതിൽ തുറന്നുവെങ്കിലും ഫുള്ളായിട്ട് തുറക്കാൻ തയ്യാറായില്ല. പോലീസ് ബലമായി വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ഇൻഫാക്ട് അവിടെ ജസ്റ്റ് 1-2 പോലീസ് മാത്രമായിരുന്നില്ല, ഒരു ഫുൾ സ്ക്വാഡ് തന്നെ ഉണ്ടായിരുന്നു. ആംബുലൻസ്, പാരാമെഡിക്കൽസ്, അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. വീട് മൊത്തം പോലീസുകാരെ കൊണ്ട് നിറഞ്ഞു. എന്നിട്ട് ഇവർ ഓരോ റൂമായിട്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഇവർ റീനയുടെ റൂമിലെത്തി. അതിന്റെ വാതിൽ തുറന്നപ്പോ ലിറ്ററലി എല്ലാ പോലീസും അവിടെ അനങ്ങാതെ നിന്നുപോയി. കുറെ പേര് ഛർദ്ദിക്കാൻ തുടങ്ങി. കുറെ പേര് ഇത് കണ്ടിത് എന്താണ് എന്ന് ലൈക്ക് കേഴ്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. കുറെ പേര് ഇത് എന്താണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ മെഡിക്കൽ ടീം ഒരു സ്ട്രെച്ചറുമായിട്ട് അങ്ങ് അകത്തേക്ക് കയറി. അല്പസമയത്തിന് ശേഷം ഇവർ റീനയെ പുറത്തെടുത്തുകൊണ്ട് വന്നു. അവളെ കണ്ട യോഷിക ഞെട്ടിപ്പോയി. റീനയുടെ കണ്ണ് അകത്തേക്ക് കുഴിഞ്ഞിട്ടുണ്ട്. ശരീരം അസ്ഥികൂടം പോലെ മെലിഞ്ഞാണ് ഇരിക്കുന്നത്. ആൻഡ് തൊലിയുടെ നിറമൊക്കെ മങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ കുടുംബം മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ് ഒളിപ്പിച്ചു വെച്ചിരുന്നത് എന്താണ് എന്ന് ലോകം മുഴുവൻ അറിഞ്ഞത്. റീനയെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അവിടെ എത്തിച്ചിട്ടും ഡോക്ടർമാർക്ക് വലുതായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കാരണം റീന ഇതിനൊക്കെ ഒരുപാട് മുന്നേ തന്നെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇൻഫാക്ട് പോലീസിന്റെ മൊഴി അനുസരിച്ച് സെപ്റ്റംബർ 2 തന്നെ ഇവൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം 23 ദിവസം റീനയുടെ ഫാമിലി റീനയുടെ ഡെഡ് ബോഡിയുടെ കൂടെയാണ് ജീവിച്ചത്. യോഷിക്കയ്ക്ക് ഇതൊരു വലിയ ഷോക്കായിരുന്നു. ഇവള്
ഭക്ഷണം കൊണ്ടുപോയി വെച്ചതും സർജിക്കൽ സ്പിരിറ്റ് ഒക്കെ പൂശിയതും എല്ലാം ഒരു ഡെഡ് ബോഡിയിലായിരുന്നു. ഇത്രയും നാള് റീന ജീവനോടെ ഉണ്ടെന്ന് ഇവളെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ടക്കാഹിരനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായത്. സെപ്റ്റംബർ 2 ടീന മരിച്ചപ്പോൾ ടക്കാഹിര ഇവരെ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം റീന അവനോട് തന്റെ മാസ്റ്റർ പീസ് കംപ്ലീറ്റ് ആകുന്നതുവരെ താൻ മരിച്ചവരെ ആരും അറിയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടക്കാഹിര അത് അക്ഷരം പ്രതി അനുസരിച്ചു എന്ന് മാത്രമല്ല, റീനയുടെ ശരീരം കേടുകൂടാതാകാതിരിക്കാനാണ് സർജിക്കൽ സ്പിരിറ്റ് പുരട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു വലിയ ചോദ്യം ഇനിയും ബാക്കിയായി. പോലീസ് എങ്ങനെ ഇതിനെ പറ്റി അറിഞ്ഞു? അതിന്റെ ഉത്തരം ഫാർമസിസ്റ്റ് ആണ്. മാസങ്ങളായി സെയിം കുടുംബം വളരെ കൂടിയ അളവിൽ സർജിക്കൽ സ്പിരിറ്റ് വാങ്ങിക്കൊണ്ടു പോകുന്നത് ഇവരും ശ്രദ്ധിച്ചു. അന്ന് സർജിക്കൽ സ്പിരിറ്റ് വാങ്ങാൻ പോയപ്പോൾ ഫാർമസിസ്റ്റും യോഷിക്കയുമായിട്ട് ഒരു ബ്രീഫ് ഇന്ററാക്ഷൻ നടന്നില്ലേ? അന്ന് ഇയാൾ ഇത്രയും സർജിക്കൽ സ്പിരിറ്റ് എന്തിനാണെന്ന് ചോദിക്കാൻ തന്നെ കാരണം ഇവർ രണ്ടുപേരിൽ നിന്ന് വന്ന വളരെ മോശമായ സ്മെല്ലാണ്. ആൻഡ് ഇവരുടെ വളരെ വിയേർഡ് ആയിട്ടുള്ള ഇന്ററാക്ഷനും ആൻസറും കണ്ട ഇയാളാണ് പോലീസിനെ അറിയിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ മാൽ ന്യൂട്രീഷനും ഡീഹൈഡ്രേഷനും കാരണമാണ് റീന മരിച്ചതെന്നാണ് കണ്ടുപിടിച്ചത്. അവൾ ഒരുപാട് നാളായി ഭക്ഷണവും വെള്ളവും ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ രോഗം കൊണ്ടൊന്നുമല്ല മരിച്ചത്, സ്വന്തമായി സ്റ്റാർവ് ചെയ്താണ് മരിച്ചത്. ആൻഡ് ദ വേഴ്സ്റ്റ് പാർട്ട് ഈസ് ഇവളുടെ റൂമിൽ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ബുക്കോ പെയിന്റിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല. വർഷങ്ങളോളം ഈ വീട്ടുകാർ വിചാരിച്ച മാസ്റ്റർ പീസ് റീനയുടെ മനസ്സിനകത്തുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമായിരുന്നു. മേ ബി അവൾ തന്നെയായിരുന്നു ആ മാസ്റ്റർ പീസ്. ഡോക്ടർമാർ പിന്നെ വിലയിരുത്തിയത് ഇവൾക്ക് വളരെ ഗുരുതരമായ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. ആൻഡ് റീന ആസ് റീന അവള് ചികിത്സ എടുക്കാൻ തയ്യാറായില്ല. ആൻഡ് മേ ബി ദ വേഴ്സ്റ്റ് പാർട്ട് ഈസ് ഈ ഫാമിലി മൊത്തം ഇവൾ ഇവൾ വിശ്വസിച്ച കോൺസെപ്റ്റ് എല്ലാം അംഗീകരിച്ചു എന്നുള്ളതാണ്. ആൻഡ് പോലീസ് ടക്കഹിരയെ യോഷിക്കയെ അറസ്റ്റ് ചെയ്തു. പക്ഷെ ഇവരല്ല റീനനെ കൊന്നത്. ഇവർ ജസ്റ്റ് റീന പറഞ്ഞത് കണ്ണടച്ച് വിശ്വസിച്ചു. അത് മാത്രമാണ് ഇവർ ചെയ്തത്. അതുകൊണ്ട് ഇവരെ കോടതിയിൽ നിന്ന് വിട്ടയച്ചു. ഇന്നും ഈ കേസ് വളരെ കൺഫ്യൂസിംഗും ഡിസ്റ്റർബിംഗും ആയിരിക്കുന്നത് അതുകൊണ്ടാണ്. മെന്റൽ ഇഷ്യൂസ് ഉള്ളവർ ചികിത്സ നേടാതിരുന്നാൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് മാത്രമല്ല, ഒരാൾക്കുള്ള മെന്റൽ ഇഷ്യൂസ് മറ്റുള്ളവരെ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നതെന്നും അത് കാരണം എത്രത്തോളം ഡില്യൂഷണൽ ആയ ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റുമെന്നും ഈ കേസ് കാണിച്ചു തന്നു. എനിക്ക് ഈ കേസിൽ മെയിനായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ വീട്ടുകാർ എങ്ങനെയാണ് ഇത്രയും ബേസ്ലെസ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാനിക്കാൻ തയ്യാറായിരുന്നതാണ്. എസ്പെഷ്യലി ഇവർക്ക് അത്ര ചെറിയ ഏജ് ഒന്നും അല്ല. ഡില്യൂഷൻ എത്ര ആൾക്കാരെ മെന്റലി അൺസ്റ്റേബിൾ ആക്കാമെന്ന് ഈ കേസ് നോക്കി അറിയായിരിക്കും. എനിവേസ്, ഈ കഥയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള സ്റ്റോറീസ് വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും. ബൈ ബൈ.